കാശുടുക്ക പൊട്ടിക്കാൻ പോകും, ഒരു കുടുക്ക പൊട്ടിക്കാൻ പോകും. നമുക്ക് കല്യാണമൊക്കെ അടുത്തു. അപ്പം 2 റൂമിലേക്ക് കിടക്കകൾ മേടിക്കണം. എൻ്റെ ബെഡ്റൂമിൽ കിടക്കില്ല. ഇതാണ് എൻ്റെ റൂം. എൻ്റെ റൂമിൽ കിടക്കില്ല. അപ്പോൾ നമുക്കിന്ന് കുടുക്ക പൊട്ടിക്കണം. കിടക്ക 2 ബെഡ്റൂമിലേക്കും കിടക്ക മേടിക്കണം. മോളിൽ മാത്രമേ കിടക്കുള്ളൂ. അപ്പം നമ്മളിന്ന് കാശ് കുടുക്ക പൊട്ടിച്ച് അതിലെത്ര കാശുണ്ടെന്നൊക്കെ നോക്കണം. ഇനി നിസ്സാര ദിവസങ്ങളുള്ളൂ കല്യാണത്തിന്. അപ്പോൾ നമ്മൾ കുടുക്ക പൊട്ടിക്കുന്നത് കാണാം. ഞാൻ എല്ലാ ആഴ്ചയും ജോലി ചെയ്ത് ആഴ്ചയിൽ ശമ്പളം കിട്ടും. അപ്പോൾ അതിൽ നിന്ന് ഞാൻ 500 രൂപ നീക്കി വെച്ച് അങ്ങനെ കാശ് എടുക്കാൻ നിക്ഷേപിച്ചതാണ്. കുറേ നാളായി ഇത് സൂക്ഷിച്ചു തുടങ്ങിയിട്ട്. ഏതാണ്ട് 1 വർഷത്തിൻ്റെ അടുത്തായിട്ടുണ്ടാവും. എല്ലാ ആഴ്ചയും നമ്മൾ 500 രൂപ അതിൽ നിക്ഷേപിക്കും. അപ്പോൾ നമുക്ക് കുടുക്ക പൊട്ടിക്കാം, കാണാം. അങ്ങനെ നമ്മുടെ കുടുക്ക പൊട്ടിക്കാൻ പോവാണ്. എത്ര രൂപ ഉണ്ടെന്നൊന്നും അറിയുന്നില്ല. എന്നാലും ഇനിയിപ്പോൾ ദിവസങ്ങളിലില്ല, ഓരോന്നും നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. ഇവിടെ 30-ാം തീയതിയാണ് എൻഗേജ്മെൻറ്റ്. അപ്പം ഞങ്ങളിത് വയ്ക്കുമ്പോൾ ഞങ്ങൾ ഓരോന്ന് റെഡി ആക്കാണ്. അപ്പം നമ്മൾ കൊടുക്കാം. സങ്കടമുണ്ട് ഇപ്പോൾ പൊട്ടിക്കുന്നതിന്. ഇതൊക്കെ നിറഞ്ഞിട്ട് പൊട്ടിക്കാനുള്ള പ്ലാനായിരുന്നു. കണ്ടാൽ മതിയെന്ന് അങ്ങനെ നമ്മുടെ കുടുക്ക പൊട്ടിച്ചു. നമ്മുടെ കാശൊക്കെ നെഞ്ഞി വെക്കാം. നിറയാൻ സമയം ഉണ്ടായില്ല. എൻ്റെ കുറേ നാളത്തെ ഒരു സമ്പാദ്യമാണ് കേട്ടോ. എല്ലാ ആഴ്ചയും ശമ്പളം കിട്ടും. അപ്പം ശമ്പളത്തിൽ നിന്നൊരു വിഹിതം ഞാൻ മാറ്റി വയ്ക്കും. ഇപ്പോൾ ഒരു ഞായറാഴ്ച ഇറച്ചി മേടിച്ചില്ലെങ്കിൽ എനിക്ക് സങ്കടമൊന്നുമില്ല. ഞാൻ നിക്ഷേപിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട്. അങ്ങനെ ഫുഡൊക്കെ നമ്മൾ കുറേ നിയന്ത്രിക്കുന്ന ആളാണ്. അങ്ങനെ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായാലും ശമ്പളം കിട്ടുമ്പോൾ ഞാൻ 500 ഇതിൽ നിക്ഷേപിക്കും. അതിപ്പോൾ ഒരു വർഷത്തിൻ്റെ അടുത്തായിട്ടുണ്ട്. കാരണം എല്ലാ ആഴ്ച ഇടാൻ പറ്റില്ലെങ്കിലും മിക്ക ആഴ്ചകളിലിടും. പിന്നെ നിങ്ങൾക്ക് ഗണമൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ അതിലേക്കൊക്കെ പൈസ വയ്ക്കണം. ഒരു ഞായറാഴ്ച ഇറച്ചി കഴിച്ചാൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഞാൻ ഇതിനകത്ത് ഒരു 500 നിക്ഷേപിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട്. എൻ്റെ പൈസ ഇവിടെ ഉണ്ടല്ലോ എന്നുള്ളൊരു ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഞാൻ ഇനി ഇത് പൊട്ടിച്ച് കളഞ്ഞെങ്കിലും വേറെ ഒരു കാശ് കൊടുക്കുക. ഇന്നലെ മേടിച്ചിട്ടുണ്ട്. ചെറിയ കാശ് കൊടുക്കുക. ഇത്ര വലിയ നിക്ഷേപിക്കുക. നമ്മളിപ്പോൾ അത്യാവശ്യമായിട്ട് നമ്മളിത് പൊടിച്ചല്ലോ. ഇപ്പോൾ കിടക്കൊക്കെ മേടിക്കണ്ടേ. അപ്പോൾ നമ്മളെന്തായാലും ഇനി ഇത് പൊട്ടിക്കാണ്ട് പറ്റില്ല. അങ്ങനെ പൊട്ടിച്ചതാണ്. അധികം പൈസ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് സന്തോഷം, എനിക്ക് കിട്ടുമ്പോൾ ഒരു സന്തോഷമല്ലേ. അങ്ങനെ എൻ്റെ കുറേ ദിവസത്തെ ഒരു തുകയാണ് കേട്ടോ. 5, 10,
10. എല്ലാവരും എണ്ണണ പോലെ എനിക്ക് ഇങ്ങനെയൊന്നും എണ്ണാനൊന്നും അറിയില്ല. ഞാൻ ഇങ്ങനെ എണ്ണാറുള്ളൂ. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40. അപ്പം 20,000 രൂപയുണ്ട്. 4500. എല്ലാവരും ഇങ്ങനെ കാശ് എണ്ണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം. ആൾക്കാർ എണ്ണുന്നത് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ആഗ്രഹം. പക്ഷെ എനിക്ക് പറ്റില്ല. അപ്പം നമ്മൾ എന്തോരം നാളത്തെ ഒരു സമ്പാദ്യമാണ് ആർക്കും. ഞങ്ങൾക്ക് 20,000 രൂപയുണ്ട് ഇതിൽ. ഞാനിന്ന് സന്തോഷത്തിലാണ്. 20,000 രൂപ എനിക്കത് നിക്ഷേപിക്കാൻ പറ്റിയല്ലോ കൂട്ടി വെച്ച്. അപ്പോൾ അതൊരു വളരെ സന്തോഷമായിട്ടാണ് ഇപ്പോൾ ഞാൻ കാണുന്നത്. അപ്പം അങ്ങനെ. അപ്പോൾ ഇനി നമുക്കിനി അടുത്ത വീഡിയോയിൽ ഇതേപോലെ തന്നെ വേറൊരു കാശൊടുക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം ഇനി ഈ കാശൊടുക്കയിലാണ്. അത്ര വലിയ കാശൊടുക്കയിൽ നിക്ഷേപിക്കാൻ ഇനി ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മൾ ഇന്നലെ ഒരു കാശെടുക്കൽ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. സർവ്വ ഇതിൽ ഇതേപോലെ തന്നെ എനിക്ക് സാധിക്കുന്ന കാശ് കുടുക്കയിലിട്ട് വയ്ക്കുക എന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ഇതേപോലെ ഒരു ചെറിയ കുടുക്ക മേടിക്കുക, ഒരു ചെറിയൊരു നിക്ഷേപങ്ങൾ ഇതിൽ സമാഹരിച്ച് വയ്ക്കുക. നമുക്കതൊക്കെ ഒരു വലിയ സംഖ്യയായിട്ട് വരും. എനിക്കിപ്പോൾ 20,000 രൂപ വലിയൊരു സംഖ്യയാണ് ഇപ്പോഴത്തെ ആവശ്യത്തിന്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ഓക്കേ.